ഹായ്. പാട്രിയോട്ട് സിനിമ നല്ല രീതിയിൽ ഫണ്ട് മുടക്കിയൊരു സിനിമയാണ്. അതിൻ്റെ വിശേഷങ്ങളാണ് 2 ദിവസമായിട്ട് ട്രോളുകളായിട്ടും തെറികളായിട്ടൊക്കെ മമ്മൂക്കായും കേൾക്കുന്നുണ്ട്, ലാലേട്ടനും കേൾക്കുന്നുണ്ട്, സംവിധായകൻ നല്ല രീതിയിൽ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ മാധ്യമങ്ങൾ മറുനാടൻ ഷാജിൻ്റെയൊക്കെ ഇതിൽ തന്നെ ഞാനിപ്പോൾ കണ്ടു. എന്തിനാണ് ഇത്രയും വെറുപ്പ് മമ്മൂക്കയോട് കാണിക്കുന്നത്? അതിന് മുന്നേ ഈ സിനിമയുടെ കേസ് നമുക്കറിയാം. ഈ സിനിമ അനൗൺസ് ചെയ്ത സമയം തുടങ്ങി ഒരു വലിയ ബിഗ് ബഡ്ജറ്റ് സിനിമ ഇന്ത്യൻ മലയാള സിനിമയിൽ വരുന്നു. മമ്മൂട്ടി മോഹൻലാൽ വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കുന്നു, പകതും നയൻതാരയൊക്കെ ഉണ്ടെന്നുള്ള രീതിയിൽ നമ്മൾ കേട്ടതാണ്. അപ്പോൾ തന്നെ പല ട്രോളുകളും വന്നു തുടങ്ങി. മമ്മൂക്കയ്ക്ക് വേണ്ടിയിട്ട് 125 കോടി മുടക്കി 100 കോടി കളക്ഷൻ ഉണ്ടാക്കാൻ നോക്കണം മമ്മൂക്കയ്ക്ക് ഒരു 100 കോടി പദ്ധതി. ഇതൊക്കെയാണ് ഇതിൻ്റെ ആദ്യ ഘട്ടങ്ങളിൽ വന്ന ട്രോളുകൾ. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഇതിൻ്റെ പ്രൊമോഷൻ വർക്കുകളിൽ ഇവർ പറയുന്നുണ്ട് എങ്ങനെ ഈ സിനിമയ്ക്ക് ലാലേട്ടൻ ആയിരുന്നില്ല ആദ്യമേ ഇങ്ങനെ ഒരു മനസ്സിൽ ഒരു ബോളിവുഡിൽ നിന്ന് വലിയൊരു ആക്ടറെ കൊണ്ടുവരാന്നുള്ള പ്ലാനിങ്ങൊക്കെ ആയിരുന്നു. മമ്മൂക്കയാണ് പറഞ്ഞത് എന്തിനാണ് ഇടം വരെ പോകുന്നത്, നമ്മുടെ കൂടെ ഉണ്ടല്ലോ ഒരാൾ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഡയലോഗാണ്. അപ്പോൾ ഞാനൊരു കാര്യം പറയാം, ഈ ഡയലോഗ് ഒരിക്കലും മമ്മൂക്ക അത്ര നിഷ്കളങ്കമായിട്ട് പറഞ്ഞതൊന്നുമല്ല, അത്ര നിഷ്കളങ്കമായിട്ട് ലാലേട്ടനെ പൊക്കിയതുമല്ല. മമ്മൂക്ക ഉദ്ദേശിച്ചത് ലാലേട്ടൻ്റെ ഒരു ഫാൻ ബേസും ലാലേട്ടൻ്റെ ഒരു ക്രൗഡ് പുള്ളിങ് കപ്പാസിറ്റി അറിയാം. അപ്പോൾ ഈ സിനിമ താനാണ് നായകനെങ്കിൽ ലാലിൻ്റെ പേരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ സിനിമ മുടക്കുമോ അല്ലെങ്കിൽ തിരിച്ചു കിട്ടും. ഇതാണ് ഇതിൻ്റെ അകത്ത് ബുദ്ധി. അതാണ് അത്ര നിഷ്കളങ്കമായ ബുദ്ധിയും എന്ന് പറയേണ്ട കാര്യമില്ല. ഇതാണ് ഇതിൻ്റെ സംഭവം. നമുക്ക് ഇതിന് മുന്നേയും ഇങ്ങനെയുള്ള പല ബുദ്ധികളൊക്കെ ഉപയോഗിച്ചിട്ടുള്ളതാണ്. മലയാള സിനിമയിൽ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. നമ്മൾ പല കാര്യത്തിലും നമ്മൾ ട്രോളാറുണ്ട്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഞാൻ മമ്മൂക്കോടൊപ്പമാണ്. കാര്യം ഇത്രയും വലിയൊരു ഫണ്ട് ഈ സിനിമയ്ക്ക് ഇറക്കിയപ്പോൾ അത് മലയാള സിനിമയെ ഇവിടം വരെ തോളിലേറ്റി കൊണ്ടുവന്ന ഒരാളും കൂടിയല്ലേ മമ്മൂക്ക. അദ്ദേഹത്തിന് അത് അത്രയും നഷ്ടം വരരുതെന്ന് ആഗ്രഹിക്കുന്നു. അതിൻ്റെ ഒപ്പം തന്നെ അയാളുടെ കൂടെ തന്നെ സുഹൃത്തായിട്ടും വലിയ സഹോദരനായിട്ടുള്ള മോഹൻലാലിനെ ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത് അത് അത്ര വലിയ പാപമാണോ? അത് എനിക്ക് തോന്നുന്നു മോഹൻലാൽ ചിലപ്പോൾ ഇങ്ങനൊരു അവസ്ഥ വന്ന പ്രതിഫലം ഇല്ലാണ്ട് പോലും ചിലപ്പോൾ ചെയ്ത് കൊടുത്തേനെ പടം. അങ്ങനെയാണ് അവർ തമ്മിൽ പോകുന്നത്. മലയാള സിനിമയുടെ ഒരു വളർച്ചയ്ക്കും അതിൻ്റെ നിലനിൽപ്പിനും കൂടി വേണ്ടിയിട്ട് തന്നെയല്ലേ മമ്മൂക്ക ഇത് ചെയ്തത്. അല്ലാണ്ട് പുള്ളിക്ക് ഫണ്ടുണ്ടാക്കി വീട്ടിൽ കൊണ്ടുപോകുന്ന പരിപാടി അങ്ങനെയൊന്നും എനിക്ക് തോന്നുന്നില്ല. പുള്ളി എത്രയോ നല്ല കാര്യങ്ങൾ സമൂഹത്തിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കൊരു നഷ്ടം വരാണ്ടിരിക്കാൻ പുള്ളി മോഹൻലാലിനെ കൂടി കൂട്ടി എന്ന് പറയുന്നത് അത്ര വലിയ പാപമല്ല. അതൊരിക്കലും മോഹൻലാലിന് ചെയ്യുന്ന ചതിയുമല്ല. ഇതൊരു മമ്മൂട്ടി സിനിമയാണ്. പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ മോഹൻലാലിൻ്റെ റോൾ കുറഞ്ഞു പോയി. മോഹൻലാലിന് ഏത് പടത്തിലും ചെറിയ റോളിൽ വന്നാൽ പോലും അത് പുള്ളി ചിലപ്പോൾ മോഹൻലാലിൻ്റെ പടമായിട്ട് മാറും. അങ്ങനെ ഒരു കപ്പാസിറ്റി ലാലേട്ടനുണ്ട്. താരമായിട്ടും അഭിനേതാവായിട്ടും പുള്ളിക്കൊരു അങ്ങനെ ഒരു സംഭവമുണ്ട്. പണ്ട് ജയറാമിൻ്റെ ഒരു പടത്തിൽ പെരുന്നാളത്തെ വിശേഷങ്ങളാണ്. ലാലേട്ടൻ അവസാനം വരുമ്പോൾ ആ പടം ശരിക്കും ലാലേട്ടൻ നല്ല രീതിയിൽ കൊണ്ടുപോയി. ആ പടം ലാലേട്ടൻ്റെ പേരിലേക്ക് തന്നെ കുറേ മാറിയിട്ടുണ്ട്. അതിനുശേഷം വേറെ ജയറാം ഇതേപോലെ ഒരു കഥ കേൾക്കുമ്പോൾ ലാൽ അവസാനം വരുന്നുണ്ടെന്ന് പറയുമ്പോൾ ജയറാം ആ പടത്തിൽ നിന്ന് മാറി എന്നുള്ള കഥ ഇന്നലെയും കൂടി ഞാനത് കേട്ടത്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ലാലേട്ടൻ്റെ റോൾ എന്തുകൊണ്ട് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ അങ്ങനെ കുറച്ചതാണ്. അതൊരു മമ്മൂക്ക സിനിമയ്ക്കകത്ത് മമ്മൂക്ക ത്രോട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ പോലും ലാലേട്ടൻ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ മാറും. ഇത് മമ്മൂക്കയുടെ ഈ പറഞ്ഞ പോലെ മമ്മൂക്കയ്ക്ക് 100 കോടി പദ്ധതി എന്നൊക്കെ പറയുമ്പോൾ ശരിയായിരിക്കും. പിന്നെ അദ്ദേഹത്തിന് പ്രായമായി, അദ്ദേഹത്തിൻ്റെ വലിയ സിനിമ ഇന്നത്തെ കാലത്ത് എല്ലാവരും ചെയ്യുന്ന പോലെ എല്ലാം ചെറിയ സിനിമകളാണ് മമ്മൂക്ക ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു വലിയ സിനിമകളുടെ ഭാഗമാകണം എന്നുള്ളതൊക്കെ ആഗ്രഹം. ഒരു അഭിനേതാവ് എന്ന രീതിയിൽ എല്ലാ കാലത്തും പുള്ളി ഓരോ ബെഞ്ച് മാർക്ക് ഇങ്ങനെ സെറ്റ് ചെയ്ത് അഭിനയത്തിൻ്റെ തലങ്ങൾ കഠിനാധ്വാനം കൊണ്ട് നേടിയെടുക്കുന്ന ഒരാളാണ്. പുള്ളിക്ക് അതൊക്കെ ആഗ്രഹിക്കണമെങ്കിൽ ഇപ്പോൾ എന്താണ് വിഷയം? നമ്മൾ ആ സമയത്ത് പുള്ളിയുടെ കൂടെ നിൽക്കേണ്ടതല്ലേ വേണ്ടത്? പുള്ളിക്ക് പ്രായമായി ഈ അടുത്ത കാലത്തൊക്കെ അതിൻ്റെ പുള്ളിയുടെ കൂടെ നിൽക്കണമെന്നുള്ളതാണ്. പുള്ളിന് ഈ സമയത്ത് ഇങ്ങനെ തേറി വിളിക്കില്ല. എന്തിനാണ് അത്രയും ചെയ്യുന്നത്? പുള്ളി അത്രയും വലിയ ദ്രോഹമൊന്നും ആരോടും ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ലെന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. ലാലേട്ടനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തല്ലേ, നമ്മളൊക്കെ ഇവരെ കാണുന്നതിന് ഇഷ്ടപ്പെടുന്നേക്കാൾ അത്രയും മുന്നേ ഇവർ പരസ്പരം അറിയാവുന്ന ആൾക്കാരാണ്. അപ്പോൾ ലാലേട്ടനില്ലാത്ത വിഷമം എന്തിനാണ് മറ്റുള്ളവർ ലാലേട്ടൻ്റെ പേരിൽ നമുക്ക് തെറി വിളിക്കുന്നത്?